ഹായ് മക്കളെ, മാഗ്നു സാറടാ മെന്ററിന്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. എടാ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് അല്ലേ? ആ പാഠം തന്നെ കേൾക്കുമ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഇതെങ്ങനെ പഠിക്കാ എന്ന് ചോദിക്കും. മക്കളെ, ഞാനെടാ ഇന്ന് ആ പാഠം വന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഏതാണോ ആ ചാപ്റ്റർ വെച്ചിട്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ തുടങ്ങാൻ പറ്റൂടാ. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പങ്ങളും. എടാ, ഇതിന്റെ കൂടെ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കേട്ടിരിക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഗ്യാസ് ലോസ് മക്കളെ തുടക്കം മുതലുള്ള അവസാനം വരെയുള്ള എല്ലാ വീഡിയോകളും മക്കൾ കാണണടാ, ശ്രദ്ധിച്ചിരിക്കണടാ, സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണണം. സോ ഗ്യാസ് ലോസ് മക്കളെ ഇനി മുതൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം വരില്ല. നമ്മളിവിടെ അടിപൊളിയായിട്ട് കിഡിലിനായിട്ടടാ ഇവിടെ പറഞ്ഞു തരും. നോക്കിക്കോ മക്കളെ, ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. നമ്മൾ 4ാം ചാപ്റ്റർ പാർട്ട് 1 4ാമത്തെ ചാപ്റ്ററാണ് മക്കളെ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പങ്ങളും പറ്റിയിട്ടുള്ള. ആദ്യം നോക്കണം മക്കളെ, ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാടാ, ഗ്യാസ് ലോസ്. മക്കളെ, നമ്മൾ 3 ഫേസുകളെ പറ്റിയിട്ട് 3 അവസ്ഥകളെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടടാ. സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. മക്കളെ, ഖരം, ദ്രാവകം, വാതകം. പക്ഷെ നമുക്ക് ഖരത്തിന്റെയും ദ്രാവകത്തെയും മാറ്റി നിർത്തി അല്ലേ, സോളിഡിനെയും ലിക്വിഡിനെയും പൊയ്ക്കോ, നമുക്ക് ആരെ മാത്രം മതിടാ, ഗ്യാസുകളെ മാത്രം മതി. എടാ, ഗ്യാസുകൾ നോക്കിക്കഴിഞ്ഞാലടാ, ഇതാണ് മക്കളൊരു ഗ്യാസിന്റെ സ്ട്രക്ചർ ഞാൻ വരച്ചു കഴിഞ്ഞാല് ഓക്കെ അല്ലേടാ. ഈ ഗ്യാസിലടാ ഓരോ പാർട്ടിക്കിൾസുകളും അല്ലെ, ഓരോ പദാർത്ഥങ്ങളും, ഓരോ കണികകളും, ഓരോ പാർട്ടിക്കിൾസ് മക്കളെ നന്നായിട്ട് എന്ത് ചെയ്തോടാ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കിൾസ് മക്കൾ എന്താ ചെയ്യണടാ, നന്നായിട്ട് എന്ത് ചെയ്തു, അകന്നിട്ടുണ്ട്, നന്നായിട്ട് അകലം വന്നിട്ടുണ്ട്, നന്നായിട്ട് ഡിസ്റ്റൻസുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. എടാ, അങ്ങനെടാ ഒരു നന്നായി ഡിസ്റ്റൻസിൽ ഏർപ്പെട്ടു. മക്കളെ നിങ്ങൾ പറയണടാ, ഇതൊരു എ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസാ, ഇത് ബി എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസാ. മക്കളെ, എയും ബിയും മക്കളെ നന്നായിട്ട് അകന്നു. എടാ, നന്നായിട്ട് അകന്നിട്ടുണ്ടെങ്കിൽ, എടാ ഡിസ്റ്റൻസ് നന്നായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ, എടാ അട്രാക്റ്റീവ് ഫോഴ്സ് എന്താ കൂടുതലാണോ കുറവാണോ? നിങ്ങൾ പറയും മക്കളെ, നിങ്ങൾ പറയും. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല. എടാ, എൻ്റെ ഗേൾ ഫ്രണ്ട് ന്യൂസിലാൻഡിലാണ്. എടാ, ഞങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നന്നായിട്ട് കൂടി. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണോ കുറവാണോ? എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവോ? എന്ത് അട്രാക്റ്റീവ് ഫോഴ്സ്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവില്ലല്ലോ, കാരണം ഡിസ്റ്റൻസ് നന്നായിട്ട് കൂടി. എടാ, ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ എടാ അട്രാക്റ്റീവ് ഫോഴ്സ് അഥവാ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്തടാ, കുറഞ്ഞു. മക്കളെ, ഫസ്റ്റ് പോയിന്റ് എടാ, ഗ്യാസ് മോളിക്യൂൾസുകള്, ഗ്യാസ് പാർട്ടിക്കിൾസുകൾക്ക് ഡിസ്റ്റൻസ് കൂടുതലാടാ. ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യൂടാ, കുറയുകയും ചെയ്യുന്നു. റെഡിയാണോ? 2 പോയിന്റ് ആയി അല്ലെ, 2 പോയിന്റ് ആയി. ഒന്നെന്താ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് അല്ലെ, പാർട്ടിക്കിൾസ് തമ്മിലുള്ള, അതായത് കണികൾ തമ്മിലുള്ള അകലം കൂടിക്കഴിഞ്ഞാൽ മക്കളെ അട്രാക്റ്റീവ് ഫോഴ്സ് അഥവാ ആകർഷണ ബലം എന്ത് ചെയ്യൂടാ, കുറയുന്നു. റെഡിയാണോ? സോ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോ മക്കളെ, ഇവന്മാർ നന്നായി ഡിസ്റ്റൻസിലാണ് അല്ലെ, നന്നായിട്ട് സ്വതന്ത്രമാണ്, ഫ്രീ ആണ്. സോ ഇവർക്ക് എന്ത് ചെയ്യടാ, പാഞ്ഞടക്ക അല്ലെ. ഇപ്പൊ LKG കുട്ടികളെയും അംഗനവാടി കുട്ടികളൊക്കെ എന്ത് ചെയ്യടാ, ഒരൊറ്റ ക്ലാസ് റൂമിൽ 2 കുട്ടികളെയും അല്ലെങ്കിൽ 3 കുട്ടികളൊക്കെ ഒരു ക്ലാസ് റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ക്ലാസ് റൂം കംപ്ലീറ്റ് ആയിട്ട് ഒരു നിന്നത് മണ്ടി പാഞ്ഞങ്ങട്ട് സെറ്റാക്കി തരും ആ ക്ലാസ് റൂം അല്ലേ. സോ ഇങ്ങോട്ട് നോക്കിക്കോളൂ മക്കളെ, ഇതുപോലെ തന്നെയാണ് ഗ്യാസിന്റെ പാർട്ടിക്കിൾസിന്റെ കേസിലും. എടാ, ഗ്യാസുകൾക്ക് നന്നായി ഡിസ്റ്റൻസ് കൂടുതലാ അല്ലെ, ഓരോ പാർട്ടിക്കിൾസുകൾ ഇങ്ങനെ അടുത്തടുത്തല്ല, നന്നായിട്ട് എന്ത് ചെയ്തോടാ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവിക മക്കളെ മണ്ടി പാഞ്ഞ് ചറപ്പറ ഓടിക്കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും അല്ലെ. സോ നന്നായിട്ടടാ ഡിസ്റ്റൻസ് മൂവ് ചെയ്യും അല്ലെ, നന്നായിട്ട് മൂവ് ചെയ്യും. സോ അവർക്ക് പല ഡയറക്ഷനിലും പല മോഷനിലേക്കും പോകാൻ പറ്റും അല്ലെ. അവർക്ക് എന്താടാ, ഒരു ഗ്യാസ് മോളിക്യൂൾസിന് ഡിസ്റ്റൻസ് കൂടുതൽ കൊണ്ട് തന്നെ എടാ, ഗ്യാസ് മോളിക്യൂൾസ് അഥവാ ഗ്യാസ് പാർട്ടിക്കിൾസിന് ഡിസ്റ്റൻസ് കൂടുതൽ കൊണ്ട് തന്നെ മക്കളെ നന്നായിട്ട് എന്തിൽ ഏർപ്പെടാൻ കഴിയൂടാ, മോഷനിൽ ഏർപ്പെടാൻ കഴിയും. സോ ദേ ഒക്വേഴ്സ് റാൻഡം മോഷൻ, പല ഡയറക്ഷനിലേക്കും. ഇപ്പൊ ഈ മോളിക്യൂൾസ് മക്കളെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾസ് ഇങ്ങോട്ടായിരിക്കും, ഈ പാർട്ടിക്കിൾസ് ഇങ്ങോട്ടായിരിക്കും, അങ്ങോട്ടായിരിക്കും അല്ലെ. അവ മക്കളെ ഇവന്മാർക്കിടെ പല ഡയറക്ഷനിലൂടെ സഞ്ചരിക്കാനും കഴിയും. റെഡിയാണോ? ദേ ഒക്വേഴ്സ് കംപ്ലീറ്റ് മോഷൻ. ഒന്നാമത്തെ പോയിന്റ് എന്താ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈസ് വെരി ഹൈ അല്ലെ, നന്നായിട്ട് കൂടുതലാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് അഥവാ ആകർഷണ ബലം എന്ത് ചെയ്യൂടാ, കുറയും അല്ലെ. ഡിസ്റ്റൻസ് കൂടിയത് കൊണ്ട് ഇവർക്ക് എന്താടാ, നന്നായിട്ട് മോഷനിൽ ഏർപ്പെടാൻ കഴിയും. റെഡിയാണോ? 3ാമത്തെ പോയിന്റ് ആയി. എടാ, 4ാമത്തെ പോയിന്റ് മക്കളെ ശ്രദ്ധിക്കണടാ, ഇവര് നന്നായിട്ട് മോഷനിൽ ഏർപ്പെടാം. മക്കളെ ഞാൻ പറയട്ടെടാ, നിങ്ങൾക്ക് എനർജി ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റുള്ളൂ. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പെടുത്തു അല്ലേ. നമ്മൾ റംസാൻ്റെ ഫാസ്റ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് മക്കളെ അപ്പോൾ ചില സമയത്ത് PT പീരീഡ് ഒക്കെ വന്ന് എഴുതിക്കോ അല്ലേ. 50 മാസത്തിൽ PT പീരീഡ് നമുക്ക് ആകെപ്പാട് ക്ഷീണിക്കും അല്ലേ. സോ നമുക്ക് എനർജി എന്താ നന്നായിട്ട് കുറയാൻ ചെയ്യും അവിടെ. അല്ലടാ, എനർജി നന്നായിട്ട് കുറഞ്ഞില്ലേ. അപ്പോൾ എനർജി ഉണ്ടെങ്കിലുള്ളൂ മക്കളെ നമുക്ക് നന്നായിട്ട് മോഷനിൽ ഏർപ്പെടാൻ കഴിയുള്ളൂ. മക്കളെ, ഇവിടെ ഗ്യാസ് പാർട്ടിക്കിൾസ് നന്നായിട്ട് മോഷനിൽ ഏർപ്പെടും, കാരണം അവർ തമ്മിൽ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ നന്നായിട്ട് മോഷനിൽ ഏർപ്പെടും. എടാ, മോഷൻ നന്നായിട്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യടാ. പറയടാ യെസ്, വെരി ഗുഡ്. അതെ, കൈനറ്റിക് എനർജി എന്ന് പറയും
റെഡിയാണോ? ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി മക്കളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. റെഡിയാണോ? സോ 4 പോയിന്റ് മക്കളെ. ഒന്ന്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈസ് വെരി ഹൈ അല്ലേ? കണികകൾ തമ്മിലുള്ള അഥവാ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മക്കളെ വളരെ ദൂരം വളരെ കൂടുതലാണ്. അപ്പോൾ ആകർഷണം അഥവാ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യൂടാ? കുറയുന്നു. ദേ ഒക്കേഴ്സ് റാൻഡം മോഷൻ, അവർക്ക് നന്നായിട്ട് എന്ത് ചെയ്യൂടാ? ചലിക്കാൻ സാധിക്കും അല്ലേ? കാരണം അവരുടെ ഡിസ്റ്റൻസ് എന്താണ്? വളരെ കുറവാണ്. പല ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ കഴിയും മക്കളെ. അവിടുത്തെ പോയിന്റ് എന്താടാ? അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് എനർജി പ്രൊഡ്യൂസ് ചെയ്യൂടാ? കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ടാ, ഇറ്റ് ഈസ് എനർജി ഡ്യൂ ടു മോഷൻ അല്ലേ? ആ എനർജി എങ്ങനെ കൈനറ്റിക് എനർജി അപ്പം ഉണ്ടാവുക? മോഷൻ വഴി അല്ലേ? അടാ ഇവിടെ പല ഡിസ്റ്റൻസ് അല്ലേ പല ഡയറക്ഷനിലൂടെ മൂവ് ചെയ്യൂലേ? പല അല്ലേ? ഓനക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും, മറ്റൊരു അങ്ങനെ അല്ലേ? പല ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. കാരണം ഡിസ്റ്റൻസ് കൂടുതൽ അവിടെ അല്ലേ? ഡിസ്റ്റൻസ് കൂടിയത് കൊണ്ടാണ് മക്കളെ അവർക്ക് പല ഡയറക്ഷൻ സഞ്ചരിക്കാൻ പറ്റുക. അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, മോഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതേത് എനർജിയുടെ? കൈനറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. റെഡിയാണോ? സോ നോക്കിക്കോ മക്കളെ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ ഈസ് വെരി ഹൈ പറഞ്ഞ കാര്യമാണ്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾ ഈസ് വെരി ലോ ആണ്. കാരണം ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്ത് കുറഞ്ഞു? ആകർഷണം കുറഞ്ഞു. ദ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഈസ് വെരി ഹൈ. കാരണം അവർക്ക് ഡിസ്റ്റൻസ് കൂടുതലാണ്. അതുവഴി അവർക്ക് നന്നായിട്ട് എന്ത് ചെയ്യൂടാ? ചലനം അഥവാ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ദ എനർജി ഈസ് വെരി ഹൈ. ഇവിടെ ഏത് എനർജിയാ മക്കളെ വെരി ഹൈ എന്ന് പറയാൻ കാരണം? കൈനറ്റിക് എനർജിയാ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് മക്കൾ നന്നായിട്ട് മോഷനിൽ ഏർപ്പെടാൻ പറ്റും അല്ലെ? മോഷൻ മൂലം പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി, ചലനം മൂലം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഊർജ്ജം, ഏത് എനർജിയടാ? ഏത് ഊർജ്ജം? അതേ കൈനറ്റിക് എനർജി അഥവാ ഗതികോർജ്ജം എന്ന് പറയും. റെഡിയാണോ? ഈ 5 പോയിന്റ് ക്ലിയർ ആയോ? റെഡിയാണോ? സോ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ മക്കളെ. സോ നെക്സ്റ്റ് ചോദിക്കും മക്കളെ, കൈനറ്റിക് മോളിക്യുലർ തിയറി റെഡിയാണോ? പ്രപ്പോസ് ചെയ്ത 2 സയന്റിസ്റ്റ് മക്കൾ ഓർക്കണം, മാക്സ്വെല്ലും ബോൾട്സ്മാനും. സോ മാക്സ്വെൽ ആൻഡ് ബോൾട്സ്മാൻ ആർ ദ 2 scientists proposed by the theorem called yes. ഏത് തിയറടാ? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് എന്ന് പറയും. റെഡിയാണോടോ? സോ നോക്കിക്കോ മക്കളെ. ഗ്യാസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. ഓക്കെ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വെരി ലോ. നമ്മൾ പറഞ്ഞു കാരണം ഡിസ്റ്റൻസ് കൂടുതലാണ്. ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്. ടോട്ടൽ വോളിയം ഓഫ് ദ കണ്ടെയ്നർ കേട്ടോ. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നോക്കിക്കോടാ. മോളിക്യൂൾസ് ആർ റാൻഡം മോഷൻ. ഞാൻ പറഞ്ഞു പല ഡയറക്ഷനിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. കാരണം ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നത്? നന്നായിട്ട് കൂടുതലാണ്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. നോക്കിക്കോ മക്കളെ, ഈ മോളിക്യൂൾസ് ഇതിപ്പോൾ നമ്മൾ ബീക്കർ എടുത്ത് എഴുതിക്കോ. എടാ ഈ ബീക്കറിൽ ഈ മോളിക്യൂൾസ് ഇവിടെ ഉണ്ട്, പാർട്ടിക്കിൾസ് ഇവിടെ ഉണ്ട്. അതൊക്കെ ഗ്യാസ് പാർട്ടിക്കിൾസ് കേട്ടോടാ. ഓക്കെ അല്ലേ മക്കളെ? ഈ ചങ്ങായി ഇങ്ങോട്ട് സഞ്ചരിച്ചു, ഇവൻ ഇങ്ങോട്ട് സഞ്ചരിച്ചു, ഇപ്പം ഇങ്ങോട്ട് പോയി അല്ലേ? എടാ ഇങ്ങനെ റാൻഡം മോഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യൂടാ? കൊളൈഡ് ചെയ്യും. എങ്ങനെ അറിയോ? ഞാൻ പറയട്ടെ. എടാ സ്കൂൾ വിടുന്ന സമയത്തില്ലേ നമ്മളൊക്കെ LKG UKG ഒന്നിലൊക്കെ സമയത്ത് അങ്ങോട്ട് പായും അല്ലേ? എങ്ങോട്ടാ നോക്കൂല, അങ്ങോട്ട് പായും അല്ലേ? പാഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? തലകൾ തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടിമുട്ടും അല്ലേ? കൊളൈഡ് ചെയ്യും. അതുപോലെ തന്നെ മക്കളെ ഈ ഗ്യാസ് മോളിക്യൂൾസിന് ഒരു പ്രത്യേകത ഉണ്ടടാ. ഗ്യാസ് മോളിക്യൂൾസിന് ഡിസ്റ്റൻസ് കൊണ്ട് ഓൾ എന്ത് ചെയ്യണം? നന്നായിട്ട് മോഷനിൽ ഏർപ്പെടും. എടാ അങ്ങനെ നന്നായിട്ട് മോഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് കൊളൈഡ് ചെയ്യടാ? ആര് കൂട്ടിമുട്ടടാ? ഗ്യാസ് പാർട്ടിക്കിൾസ് കൂട്ടിമുട്ടും. എടാ ഗ്യാസ് പാർട്ടിക്കിൾസ് കൂട്ടിമുട്ടി അങ്ങനെ കൊളൈഡ് ചെയ്തു. ഒന്നില്ലെങ്കിൽ ഈ കണ്ടെയ്നറിന്റെ വാളിലോ അല്ലെങ്കിൽ ഗ്യാസ് പാർട്ടിക്കിൾസും തമ്മിൽ കൂട്ടിമുട്ടി. എടാ നമ്മൾ തമ്മിലില്ലേ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നമ്മൾ തമ്മിൽ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ നമ്മളെ തലൻ്റെ മേലൊക്കെ എന്ത് കാണപ്പെടാ? ഒരു വലിയൊരു സാധനം കാണപ്പെടും. എന്നിട്ട് പെരി പോകുന്ന സമയത്ത് ഇമ്മ ചോദിച്ചാലും അമ്മ ചോദിച്ചും ഇതെങ്ങനെ ആയതെന്ന് ചോദിക്കും അല്ലേ? അതേ മറിക്ക മക്കളെ ഗ്യാസ് പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുഴക്കലുണ്ടാവുക മക്കളെ. അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യടാ? പ്രഷർ ക്രിയേറ്റ് ചെയ്യും. എന്ത് ക്രിയേറ്റ് ചെയ്യടാ? പ്രഷർ അഥവാ മർദ്ദം ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഗ്യാസ് പാർട്ടിക്കിൾസ് എടാ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യടാ? മർദ്ദം അഥവാ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഡ്യൂ ടു കൊളീഷൻ ദ ഗ്യാസ് പാർട്ടിക്കിൾസ് ഒക്വേഴ്സ് പ്രഷർ അല്ലേ? കൊളീഷൻ മൂലമുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് മക്കൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യൂടാ? പ്രഷർ ക്രിയേറ്റ് ചെയ്യും, മർദ്ദം ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയും. റെഡിയാണോ? നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോ. ദ കൊളീഷൻസ് ആർ കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കണ്ട, എനർജി ലോസ് ഉണ്ടാവില്ല. റെഡിയാണോ? എനർജി ലോസ് അഥവാ ഊർജ്ജ വ്യത്യാസം അല്ലെ? ഊർജ്ജ നഷ്ടബന്ധം ഇല്ല, അവിടെ ഉണ്ടാവില്ല. കാരണം സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാ മക്കളെ. ഇപ്പം നമ്മൾ എനർജി ഒക്കെ ജൂളിലിട്ടോ പറയാൻ ശ്രദ്ധിച്ചിരിക്കണം. എനർജി ഒക്കെ മക്കളെ ജൂളിലാണ് പറയാം നമ്മൾ. ഓക്കെ അല്ലേ? ഇപ്പോൾ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാണ്. അപ്പോൾ അവൻ്റെ ആ സമയത്ത് ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയാണ് 50 ജൂൾ എന്ന് കരുതാം. സപ്പോസ് അവൻ കൂട്ടിമുട്ടിയപ്പോഴും ഓൻ്റെ എനർജി എത്ര? 50 ജൂൾ തന്നെ. അവിടെ എനർജി ലോസ് സംഭവിച്ചിട്ടില്ല. അങ്ങനെ കൂട്ടിമുട്ടിയിട്ടും കൊളീഷൻ ചെയ്തിട്ടും എനർജി ലോസ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് എന്ന് പറയും. നോ എനർജി ലോസ്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ചോദിക്കോ. കൈനറ്റിക് എനർജി കൂടും എപ്പോൾ? ടെമ്പറേച്ചർ. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊക്കെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ്. ഞാൻ മറ്റേ ഷവർമല്ല എന്താ കറങ്ങിയ സാധനത്തിൽ വരിക? അതെ ഷവായ അല്ലേ? ആ ഷവായിനെ മെഷീൻ കൊടുത്തിട്ട് നിങ്ങളുടെ ഡെസ്കിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വെച്ചു.
വെറുതെ രസത്തിനും വേണ്ടി. ഓക്കെ അല്ലേ? വെച്ചു കഴിഞ്ഞാൽ സംഭവിച്ചാ ഞാൻ നന്നായിട്ട് ചൂട് കൊടുത്തു. അപ്പം നിങ്ങളിങ്ങനെ മറ്റേ സിനിമ മറ്റേ ബിഗ് ബോസ് മറ്റേ എന്ത് സിനിമ ആണെനിക്ക് ഇങ്ങനെ നിൽക്കാണോ അല്ലല്ലോ. നിങ്ങൾ എന്ത് ചെയ്യടാ, നിന്ന് മണ്ടും അല്ലേ, ഒറ്റ ഓട്ടവും. അപ്പോൾ അതാ പറഞ്ഞ മക്കളെ, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യൂടാ, മൂവ് ചെയ്യും. അവനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏത് എനർജി അറ്റൻഡ് ചെയ്യൂടാ, മോശം മൂലം ഏത് എനർജി അറ്റൻഡ് ചെയ്യും, കൈനറ്റിക് എനർജി അറ്റൻഡ് ചെയ്യും. സോ അതുകൊണ്ടാണ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഗ്യാസ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. ഗ്യാസ് പാർട്ടിക്കിൾസ് മോശം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഏത് എനർജി പ്രൊഡ്യൂസ് ചെയ്താൽ കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ ടെമ്പറേച്ചർ നന്നായിട്ട് കൂട്ടി, കൈനറ്റിക് എനർജി നന്നായിട്ട് കൂട്ടി, കാരണം നന്നായിട്ട് മോശം സംഭവിക്കും. റെഡിയാണോ? സെറ്റല്ലേ? അതെ. നെക്സ്റ്റ് ചോദിക്കോ മക്കളെ, 3 ലോസിനെ പറ്റി നമുക്ക് നോക്കാം. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ. ബോയിൽസ് ലോയിൽ മക്കളെ ആര് കോൺസ്റ്റന്റ്? ബോയിൽ എന്ന് പറഞ്ഞ വാക്കത്തിനുണ്ട് 6 കോൺസ്റ്റന്റ് കുഞ്ഞോ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ആരെ കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. റെഡിയാണോ? പിന്നെ ആരാ മക്കളെ മാറിക്കൊണ്ടിരിക്കുക? വോളിയവും പ്രഷറുമാണ് മാറിക്കൊണ്ടിരിക്കുക. ആരൊക്കെയാ? വോളിയം പ്രഷറും. സോ വോളിയം ഈസ് അല്ലെങ്കിൽ വ്യാപ്തം മക്കളെ വിപരീത അനുപാതമാണ് ആർക്കടാ? പ്രഷറിന്. മർദ്ദത്തിന് എന്താടാ? വിപരീത അനുപാതം അഥവാ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ. ഈ പ്രപ്പോർഷനാലിറ്റി മാറ്റിയാൽ ഈക്വൽ ടു കൊണ്ടുവന്നു. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊടുക്കണ്ടേ? സോ വി ഈസ് ഈക്വൽ ടു K × 1/P. ഇത് ഡിവൈഡ് ബൈ പി അല്ലേ? ഡിവൈഡ് ബൈ പി അല്ലേ? ഡിവൈഡ് ബൈ പി ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുവന്നതാ ഇൻറ്റു ആയി മാറൂലേ? സോ PV ഈസ് ഈക്വൽ ടു മക്കളെ എന്ത് കിട്ടൂടാ? K എന്ന് കിട്ടും. സോ നമുക്ക് എങ്ങനെ എഴുതാടാ? P1 V1 ഈക്വൽ ടു P2 V2. റെഡിയാണോ? യെസ്. ഓക്കെ അല്ലേ? സോ ബോയ്സ് ലോയിൽ മക്കളെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ. അതായത് വ്യാപ്തം മർദ്ദത്തിന് എന്താടാ? വിപരീത അനുപാതമാണ്. റെഡിയാണോ? സോ വി ഈസ് ഈക്വൽ ടു K × 1/P. ഈ 1/P ഡിവൈഡ് ബൈ പി അപ്പുറത്ത് കൊണ്ട് കഴിഞ്ഞാൽ സമത്തിനപ്പുറത്ത് അത് ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ട് കഴിഞ്ഞാൽ എന്ത് വരും? മാക്സിന്റെ മക്കളല്ലേ പറയടാ, ഇൻറ്റു പി അല്ലേ? സോ PV ഈസ് ഈക്വൽ ടു K എന്ന് കിട്ടും. സോ P1 V1 ഈക്വൽ ടു P2 V2. റെഡിയാണോടാ? സെറ്റാണോ? ഓക്കെ അല്ലേ? സോ നെക്സ്റ്റിലേക്ക് നോക്കിക്കോ മക്കളെ. നെക്സ്റ്റ് ആരടാ? ചാൾസ് ലോ ആണ്. ചാൾസ് ലോയിൽ മക്കളെ പ്രഷറാണ് മക്കളെ എന്ത് ചെയ്യുന്നതാ? കോൺസ്റ്റന്റ്. എന്താടാ? പ്രഷറാണ് കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? പ്രഷർ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആരടാ മാറുക? സാറേ വോളിയവും ടെമ്പറേച്ചറോട് മാറിക്കൊണ്ടിരിക്കുക. എങ്ങനെയാടാ മാറുക? ഒരു ഡയറക്ട്ലി പ്രപ്പോസല്ല, അതായത് നേരനുപാതം അഥവാ ഡയറക്ട്ലി പ്രപ്പോസലാണ്. ആരൊക്കെയാടാ? വോളിയവും ടെമ്പറേച്ചറും. ഏത് ലോയിലടാ? ചാൾസ് ലോയിൽ. ആര് കോൺസ്റ്റന്റ് ആടാ? പ്രഷർ കോൺസ്റ്റന്റ്. ആരാ മാറുക? വോളിയവും ടെമ്പറേച്ചറും. എങ്ങനെ മാറുക? ഡയറക്ട്ലി പ്രപ്പോസൽ, അതായത് നേരനുപാതം. റെഡിയാണോ? സോ നോക്കിക്കോടാ. V ഈസ് ഈക്വൽ ടു പറയടാ, പ്രപ്പോസലാലിറ്റി മാറ്റി ഈക്വൽ ടു ആക്കിയില്ലേ? K × T അല്ലേ? ഇത് ഇൻറ്റു ടി അല്ലേ? ഞാൻ അപ്പുറത്ത് കൊടുന്നു വെറുതെ രസത്തിന് വേണ്ടിയിട്ട് അല്ലേ? അപ്പുറത്ത് കൊടുത്തു. അപ്പോൾ ഡിവൈഡ് ആയി മാറും കേട്ടോ. സോ V/T ഈക്വൽ ടു K. സോ നമുക്ക് എങ്ങനെ എഴുതാടാ? V1/T1 ഈക്വൽ ടു V2/T2. റെഡിയാണോ? നെക്സ്റ്റിലേക്ക് പോവാം. എന്നാ പോരി. നെക്സ്റ്റ് മക്കളെ ഏത് ലോയടാ? അവഗാഡ്രോ ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോയ മക്കളെ അവഗാഡ്രോ ലോ. കുറേ കാര്യങ്ങളുണ്ട് അതിന്, ഞാൻ പറഞ്ഞുതരാം. റെഡി ഉണ്ടോ? ഓരോന്നോരോന്ന് പറഞ്ഞാൽ മക്കളെ അവഗാഡ്രോ ലോയിൽ മക്കളെ ആരൊക്കെയാടാ കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ടെമ്പറേച്ചർ. ബോയിൽസ് ലോയിൽ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. ചാൾസ് ലോയിൽ പ്രഷർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. മർദ്ദമാണ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. മക്കളെ അവഗാഡ്രോ ലോയിൽ ബോത്ത് ടെമ്പറേച്ചറും പ്രഷറും മക്കളെ എന്തായിരിക്കും? കുഞ്ഞോ ആരായിരിക്കൂടാ? ടെമ്പറേച്ചറും പ്രഷറും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ആരാ മാറുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നോക്കിക്കോ മക്കളെ, വോളിയം ആർക്കനുസരിച്ച് മാറൂടാ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനനുസരിച്ച് എന്ത് ചെയ്യൂടാ? മാറും. വോളിയം ചേഞ്ച് ചെയ്യുന്നു. ആർക്കടാ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. റെഡിയാണോ? സോ വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഏത് ലോയടാ? അവഗാഡ്രോ ലോ അല്ലേ? ആര് കോൺസ്റ്റന്റ്? ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ്. മക്കളെ ആരടാ മാറിക്കൊണ്ടിരിക്കുക? വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ വോളിയം എന്ത് ചെയ്യടാ? കൂടുതലാണ്. റെഡിയാണോ? സോ ഇനി മക്കളെ ഇതിന്റെ ഒരു ഷോർട്ട് ട്രിക്ക് ഞാൻ വേണ്ടി പറഞ്ഞതെല്ലാം പാടെ ഒരുമിച്ചിട്ടുള്ളത് മക്കളെ നോക്കിക്കോടാ. ബോയിൽസ് ലോയിൽ മക്കളെ ആരടാ കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ബോയിൽസ് ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ചാൾസ് ലോയിൽ മക്കളെ ആര് കോൺസ്റ്റന്റ് ആടാ?
പ്രഷർ കോൺസ്റ്റന്റ്. ചാൾസ് ലോയിൽ ആര് കോൺസ്റ്റന്റ് എടാ? പ്രഷർ കോൺസ്റ്റന്റ്. മക്കളെ അവഗാഡ്രോ ലോയില് ആരൊക്കെ കോൺസ്റ്റന്റ് എടാ? ടെമ്പറേച്ചറും പ്രഷറും. റെഡിയാണോ? ഇനി മക്കൾ ഇതിന്റെ കോഡ് ഇട്ടോ നോക്കിക്കോ. ബി ടി എന്ന് പറഞ്ഞ ഒരു ബീറ്റുകൾ BTS ഒക്കെ കേൾക്കൂലേ? BTS മറ്റേ പാട്ടുകാരല്ലേ? എന്താ വെച്ചാൽ കറക്റ്റ് അറിയില്ല കേട്ടോ. BT ഓക്കെ അല്ലേ? BT കാംബ്രിഡ്ജിലേക്ക് പോയപ്പോൾ അവിടെ എന്ത് കണ്ടോടാ? ATP കണ്ടു. BT കാംബ്രിഡ്ജിലേക്ക് പോയപ്പോൾ എന്ത് കണ്ടോടാ? ATP കണ്ടു. കോഡാണ് എന്ത്? BT കാംബ്രിഡ്ജ്. CP എന്ന് പറഞ്ഞാൽ കാംബ്രിഡ്ജ് ആയിക്കോളി, കുഴപ്പമില്ല. അപ്പൊ BT കാംബ്രിഡ്ജിലേക്ക് പോയപ്പോൾ എന്ത് കണ്ടോടാ? ATP കണ്ടു. അപ്പൊ ചോദിച്ചു സാറേ ATP ഒന്ന് കൂടി കേട്ടിട്ടുണ്ടല്ലോ, ബയോളജി കേട്ടതാണ്. സോ BT കാംബ്രിഡ്ജിലേക്ക് പോയപ്പോൾ എന്ത് കണ്ടോടാ? ATP കണ്ടു. P4 ആരാ? ബോയ്ൽസ് ലോ. T4 ആരാ? ടെമ്പറേച്ചർ. C4 ആരാ? ചാൾസ് ലോ. ആര് കോൺസ്റ്റന്റ് അവിടെ? പ്രഷർ കോൺസ്റ്റന്റ്. നെക്സ്റ്റ് ചോദിക്കോ, അവഗാഡ്രോ ലോയിൽ ആരൊക്കെ കോൺസ്റ്റന്റ് മക്കളെ? ടെമ്പറേച്ചറും പ്രഷറുമാണ് കോൺസ്റ്റന്റ്. റെഡിയാണോടാ? റെഡിയാണോ? അല്ലെങ്കിൽ വേറെ ഇതിന് കൂടെ നമുക്ക് പറ്റൂടാ? നോക്കിക്കോ, വേറെ ഇത് കൂടെ നമുക്ക് പറ്റുക BTCP അല്ലേ? BTCP ATP അല്ലെ? അങ്ങനെ കൂട്ടെടുത്തോളൂ. BTCP ATP റെഡിയാണോ? BTCP ATP ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നോക്കിക്കോട്ടോ മക്കളെ. ഇനി കേസസ് ഓഫ് ലോസ് ആണ്. നമുക്ക് ഡയറക്റ്റ് ഉത്തരം വന്നു കഴിഞ്ഞാൽ കുത്താൻ കഴിയും അല്ലേ? നമുക്ക് എല്ലാവർക്കും കൊണ്ട് സാധിക്കണം. പക്ഷേ ക്വസ്റ്റ്യൻ നേരെ ട്വിസ്റ്റ് ആയി മാറും മക്കളെ. അക്വേറിയത്തിന്റെ കേസിൽ ബബിൾസ് മേലേക്ക് റൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കോ. ആ ക്വസ്റ്റ്യൻ്റെ ഹിന്റ് മാത്രം ആലോചിച്ചോ കേട്ടോ. അക്വേറിയത്തിന്റെ മേലെ നിന്ന് ബബിൾസ് മേലേക്ക് ഒന്ന് എഴുതിക്കോ മക്കളെ. അത് ഏത് ലോയ്സ് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ പറയണടാ അത് ഏത് ലോയ്സാടാ? ബോയ്ൽസ് ലോയാണ്. അക്വേറിയത്തിന്റെ കേസിൽ ബബിൾസ് എന്ത് ചെയ്യടാ? അടിയിൽ നിന്ന് മേലേക്ക് ഇങ്ങനെ വലുതായി വരും. സൈസ് ഓഫ് ബബിൾസ് ഇൻക്രീസ് ചെയ്യുന്നു. സോ മക്കൾ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ലോയെ നോക്കണം? അത് ഏത് ലോയടാ? ബോയ്ൽസ് ലോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മക്കൾ എന്ത് ചെയ്തോടാ? ബലൂൺ എന്ത് ചെയ്തു? വെയിലത്ത് വെച്ചിട്ട് പൊട്ടിച്ചു എഴുതിക്കോ. ബലൂണ് വെയിലത്ത് വെച്ചിട്ട് പൊട്ടിച്ചു എഴുതിക്കോ. അപ്പോൾ മക്കളെ അത് ഏത് ലോയടാ? ചാൾസ് ലോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ നോക്കിക്കോ. നെക്സ്റ്റ് വൺ മക്കളെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് അല്ലേ 5 ലിറ്റർ ഗ്യാസ് എഴുതിക്കോ. ഈ 5 ലിറ്റർ ഗ്യാസ് ഞാൻ 10 ലിറ്ററിലേക്ക് മാറ്റി. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്ന് എഴുതിക്കോ. സിലിണ്ടറും അനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്ന് എഴുതിക്കോ മക്കളെ. കുത്തിക്കോളി അത് ഏത് ലോയടാ? അവഗാഡ്രോ ലോ. റെഡിയാണോ? സോ ഇതാണ് മറ്റേ കേസസ് ഓഫ് ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്വേറിയത്തിന്റെ കേസിൽ ബബിൾസ് മേലെ ട്രൈസ് ചെയ്യുന്ന സമയത്ത് അത് ഏത് ലോയടാ? ഏത് ലോ? ബോയ്സ് ലോ. ബലൂണ് വീർപ്പിച്ചിട്ടില്ലേ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതേതല്ല? ചാൾസ് ലോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണലുണ്ടടാ. ബലൂണ് വീർപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ഇങ്ങനെ വലുതായി വരുന്നുണ്ട്. റെഡിയാണോ? സോ അത് മക്കളെ ഏത് ലോയടാ? അവഗാഡ്രോ ലോ കേട്ടോ. അതേത് ലോയടാ? അവഗാഡ്രോ ലോ. റെഡിയാണോ? സോ നെക്സ്റ്റ് ചോദിക്കോ. നെക്സ്റ്റ് മക്കളെ മോൾ കോൺസെപ്റ്റിലേക്ക് വരികയാണ്. മോൾ കോൺസെപ്റ്റിന് മുമ്പ് ആദ്യം നമുക്ക് എന്താ പറയണടാ? മോളാർ മാസിനെ പറ്റിയിട്ട് അറിയണം കേട്ടോ. ആരെ പറ്റിയിട്ടാ? മോളാർ മാസിനെ പറ്റിയിട്ട്. റെഡിയാണോ? മോളാർ മാസ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടിന്റെ ടോട്ടൽ മാസ് കണ്ടെത്തുന്ന പറയുന്ന പേരാണ് മക്കളെ ഏതടാ? മോളാർ മാസ് എന്ന് പറയും. സിമ്പിളായിട്ട് കാര്യം കാണിച്ചത് നോക്കിക്കോ. ചില ആളുകൾ ഇത് മാസങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാം. കാർബണിന്റെ മാസ് എത്ര? 12 ആണ്. ഓക്സിജന്റെ മാസ് എത്രടാ? 16 ആണ്. സോഡിയത്തിൻ്റെ മാസ് എത്രടാ? 23 ആണ്. പിന്നെ അതുപോലെ തന്നെ മെഗ്നീഷ്യത്തിൻ്റെ മാസ് എത്രടാ? 24 ആണ്. പിന്നെ അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ മാസ് എത്രടാ? 40 ആണ്. പിന്നെ ചിലത് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാം കേട്ടോ. ചിലത് ക്വസ്റ്റ്യൻ പേപ്പർ തരും, ഞാൻ അഥവാ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാൽഷ്യത്തിൻ്റെ മാസ് എത്രടാ? 40 ആണ്. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ മാസ് 1 തന്നെയാണ്, കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നൈട്രജൻ്റെ മാസ് 14 ആണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് കൂടുതൽ വരില്ലേ? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ, സൾഫർ കേട്ടോ. സൾഫറിൻ്റെ മാസം എത്രടാ? 32 ആണ്. പിന്നെ അതുപോലെ തന്നെ സൾഫറിൻ്റെ മാസം 32 ആണ്. നൈട്രജൻ, ഓക്സിജൻ, സൾഫർ, സെലീൻ. ഓക്കെ. നെക്സ്റ്റ് ആണ് മക്കളെ ക്ലോറിൻ്റെ മാസം കേട്ടോ. ക്ലോറിൻ്റെ മാസം എത്രടാ? 35.5. സോ ഇത്രയും ആളുകളെ മാസം ഒന്ന് നോക്കുക കേട്ടോ മക്കളെ. റെഡി ആണോടാ? സോ നോക്കിക്കോ. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞിട്ടാ കാൽഷ്യം കാർബണേറ്റ് CaCO3 മക്കളെ. കാൽഷ്യത്തിൻ്റെ മാസം എത്രടാ? നമുക്ക് മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു സംയുക്തത്തിൻ്റെ ടോട്ടൽ മാസിനെ പറയുന്ന പേരാണ് മക്കളെ മോളാർ മാസ് എന്ന് പറയുന്നത്. റെഡി ആണോ? സോ നോക്കിക്കോടാ, ശ്രദ്ധിക്കുക. CaCO3 അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ഒക്കെ പറയുന്നത് മോളിക്കുലാർ മാസ്. ഓക്കെ, മോളാർ മാസ് അല്ല, മോളിക്കുലാർ മാസ്. മോളാർ മാസ് ഓൺലി ഫോർ ഗ്യാസസ് കോമ്പൗണ്ടിൻ്റെ മാസാണ് മോളാർ മാസ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്താ വെച്ചാൽ മോളിക്കുലാർ മാസ്, ഒരു മോളിക്യൂളിൻ്റെ മാസിനെ പറയും, ടോട്ടൽ മാസിനെ പറയുന്ന പേരാണത് മോളിക്കുലാർ മാസ് എന്ന് പറയും. കാൽഷ്യം കാർബണേറ്റിൻ്റെ മാസം മക്കളെ. കാൽഷ്യത്തിൻ്റെ മാസം എത്രടാ? 40 പ്ലസ് കാർബണിൻ്റെ മാസം എത്രടാ? 12 പ്ലസ്
ഓക്സിജൻ്റെ മാസ് എത്ര 16 × 3 ടോട്ടൽ നമുക്ക് മാസ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും 100 കിട്ടും കേട്ടോ. കാൽഷ്യം കാർബണിൻ്റെ കാക്കോ3 എത്രടാ 100. റെഡിയാണ്? നിങ്ങളെ പ്രിയപ്പെട്ടവരാണ് കാക്കോ3, മറന്നു പോയത് കേട്ടോ. മാസ് എത്രടാ 100. നെക്സ്റ്റ് മക്കളെ C6H12O6 മക്കളെ ഗ്ലൂക്കോസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫോർമുല ഇതെന്താ ഗ്ലൂക്കോസിൻ്റെ ഫോർമുല കേട്ടോ. സോ മക്കളെ കാർബൺ എത്ര 6 കാർബണും ഒരു കാർബണിൻ്റെ മാസ് 12 12 × 6 പ്ലസ് 1 × 12 പ്ലസ് അല്ലേ 16 × 6 ടോട്ടൽ കൂട്ടി നമുക്ക് എത്ര കിട്ടും 180 കിട്ടും. നെക്സ്റ്റ് മക്കളെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് കാർബണിൻ്റെ മാസ് 12 ആണ് പ്ലസ് ഓക്സിജൻ്റെ മാസ് 16 × 2 ടോട്ടൽ നമുക്ക് കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും 44 കിട്ടും. റെഡിയാണോ? സോ നെക്സ്റ്റ് ആണ് NH3 എന്ന് പറയും. നൈട്രജൻ്റെ മാസ് 14 ആണ്. ഹൈഡ്രജൻ്റെ മാസ് ഹൈഡ്രജൻ്റെ മാസ് 1 ആണ്. എത്ര ഹൈഡ്രജൻ 3 ഹൈഡ്രജൻ. സോ 1 × 3 ടോട്ടൽ കൂട്ടി നമുക്ക് എത്ര കിട്ടും 17 കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ SO2 കൂടി നോക്കട്ടോ. SO2 റെഡിയാണോ? ഇവിടെ സൾഫറിൻ്റെ മാസ് 32 ആണ് പ്ലസ് ഓക്സിജൻ്റെ മാസ് എത്ര 16 × 2 ടോട്ടൽ കൂട്ടി നമുക്ക് എത്ര കിട്ടും 64 കിട്ടും. എത്ര കിട്ടും 64. സോ ഇതാണ് മക്കളെ ചില കോമ്പൗണ്ടിൻ്റെ മാസങ്ങൾ. എന്ത് ചെയ്യുക, ഒരുപാട് കോമ്പൗണ്ട്. ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് കേട്ടോ, അത് ജസ്റ്റ് H2SO4 കേട്ടോ സൾഫ്യൂരിക് ആസിഡ്. മക്കളെ സൾഫ്യൂരിക് ആസിഡിൻ്റെ 2 ഹൈഡ്രജൻ 2 × 1 പ്ലസ് സൾഫർ എത്ര 32 പ്ലസ് ഓക്സിജൻ എത്ര 16 × 4 ടോട്ടൽ കൂട്ടി കഴിഞ്ഞാൽ മക്കളെ എത്ര കിട്ടും 98 കിട്ടും. റെഡിയാണോ? റെഡിയാണോ? സെറ്റല്ലേ? സെറ്റല്ലേ? സോ ചില ആളുകൾ മാസ് മോളിക്കുലർ മാസമൊക്കെ എന്ത് ചെയ്യുക സ്വയം എന്ത് ചെയ്യുക കണ്ടെത്തട്ടോ. സോ നിങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ ഈ മാസുകൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ മാസം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഓരോന്ന് ഇങ്ങനെ ചെയ്ത് എടുക്കാൻ പറ്റും. റെഡിയാണോടാ? റെഡിയാണോ? സൗത്തിലേക്ക് പോട്ടെ. സെറ്റല്ലേടാ? നോക്കിക്കോ. നെക്സ്റ്റ് നമുക്ക് മോൾ കോൺസെപ്റ്റിലേക്കാണ്. എടാ ആദ്യം മനസ്സിലാക്കുക, ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മക്കളെ 1 മോൾ ഈസ് ഈക്വൽ ടു എന്താ 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ആണ് എന്ത് ഒരു മോൾ. സോ അത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് ഒരു മോൾ. സോ ഇത് ആദ്യമായിട്ട് ഈ ഒരു അവഗാഡ്രോ ഈ നമ്പറിനെ പറയുന്ന പേരാണ് മക്കളെ അവഗാഡ്രോ നമ്പർ. കണ്ടത് സയൻറ്റിസ്റ്റാണ് അവഗാഡ്രോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ നമ്പർ കണ്ടെത്തിയത്. ഓക്കെ അല്ലേ? സോ ഒരു മോൾ എന്ന് പറയുന്നതാണ് 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ആണ് മക്കളെന്ത് ഒരു മോൾ എന്ന് പറയും. സോ മോൾ കാണാൻ വേണ്ടി മക്കളെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കോ. മോള് കാണാൻ വേണ്ടി ഒന്ന് ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. റെഡിയാണോ? ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ആണ് മക്കളെ മോള് കാണാൻ വേണ്ടി ഫസ്റ്റ് ഇക്വേഷന്. റെഡിയാണോ? ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. റെഡിയാണോ? അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഇക്വേഷൻ നമുക്ക് നോക്കിക്കോ. ഗിവൺ വോളിയം ഡിവൈഡ് ബൈ 22.4 ലിറ്റർ. റെഡിയാണോ? ഇതാണ് മക്കളെ എന്താടാ മോള് കാണാൻ വേണ്ടി രണ്ടാമത്തെ ഇക്വേഷന്. റെഡിയാണോ? ഒരു മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23. മക്കളെ ഗിവൺ മാസ് ഗ്രാമിലാണെങ്കിലൊക്കെ മക്കളെ ഏത് ഇക്വേഷൻ എടുക്കുക ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. ഇനി നിനക്ക് തന്നിരുന്ന ലിറ്ററിലാണ് എഴുതിക്കോളി. എങ്ങനെ തന്നിരിക്കുന്നത് എന്തായിരിക്കും മക്കളെ ലിറ്ററിൽ. ഇപ്പോൾ 112 ലിറ്റർ 18 ലിറ്റർ 44. അപ്പോൾ ആ ലിറ്ററിൻ്റെ കേസിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ട് മോള് കാണാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതെടുക്കണം ഗിവൺ വോളിയം ഡിവൈഡ് ബൈ 22.4 ലിറ്റർ എടുക്കണം മോള് കാണാൻ വേണ്ടിയിട്ടുള്ളത്. റെഡി ആണോടാ? ഐഡിയ കിട്ടിയോ? സെറ്റാണോ? സെറ്റാണെങ്കിൽ മക്കളെ നെക്സ്റ്റിലേക്ക് പോവാം. നോക്കിക്കോ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം അല്ലേ? ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നോക്കിക്കോ മക്കളെ, 400 ഗ്രാം CaCO3 കയ്യിലുണ്ട് എഴുതിക്കോ. 400 ഗ്രാം CaCO3. എടാ 400 ഗ്രാം CaCO3 എത്ര മോളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഇതെന്താടാ ഗിവൺ മാസ് എങ്ങനെ ഗ്രാമിലല്ലേ? സോ മോള് കാണാൻ വേണ്ടി ഗിവൺ മാസ് എത്രടാ 400 ഡിവൈഡ് ബൈ മോളാർ മാസ് CaCO3 മോളാർ മാസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രടാ 100 അല്ലേ? ഈ 2 0 ഈ 2 0 ടിഷ് കട്ട് ചെയ്തു. സോ ഇവിടെ എത്ര കിട്ടൂടാ 4 കിട്ടും. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് നോക്കിക്കോട്ടോ മക്കളെ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കോ. 88 ഗ്രാം CO2. എടാ 88 ഗ്രാം CO2 നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി ഇക്വേഷൻ പറയടാ. ഗിവൺ മാസ് എത്രടാ 88 ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് CO2 എത്ര നമ്മൾ കണ്ടെത്തിയിട്ട് 44 അല്ലേ? 44 ഡിവൈഡ് ബൈ അല്ലേ ജസ്റ്റ് കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടൂടാ 2 കിട്ടും അല്ലേ? ഇവിടുത്തെ മോൾ എത്രടാ 2. സെറ്റാണോ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ പറയാം, ഒരു 34 ഗ്രാം NH3 അല്ലേ? എടാ 34 ഗ്രാം NH3 ആണ് നമ്മളെങ്ങനെ കാണുക ഗിവൺ മാസ് എത്ര മോള് കാണാൻ വേണ്ടി ഇക്വേഷൻ. ഗിവൺ മാസ് എത്ര 34 ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് NH3 17 കട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടൂടാ 2 മോള് കിട്ടും. ഓക്കെ അല്ലേ? സോ മോള് കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ചെയ്താൽ മതി. സെറ്റാണോ? സോ നെക്സ്റ്റ് വൺ നോക്കിക്കോ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചോദിച്ചോടാ മോളിക്യൂൾസ് ചോദിച്ചു. എന്ത് കാണാനാടാ മോളിക്യൂൾസ് അഥവാ തന്മാത്രയുടെ എണ്ണം കണ്ടെത്താൻ വേണ്ടി ചോദിച്ചു. എടാ മോളിക്യൂൾസ് അഥവാ തന്മാത്രയുടെ എണ്ണം കണ്ടെത്താൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയ മോൾ എത്രയാണോ അതിൻ്റെ കൂടെ 6.022 × 10⁻23 ജസ്റ്റ് എന്ത് ചെയ്താൽ മതി എടാ ഇൻറ്റു ചെയ്താൽ മതി. റെഡിയാണോ? മോളിക്യൂൾസ് അഥവാ തന്മാത്ര എണ്ണം
കണ്ടെത്താൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ മോൾ എത്രയാണോ അതിൻ്റെ കൂടെ 6.022 × 10⁻23 ഇൻറ്റു ചെയ്താൽ മതി. സെറ്റാണോടാ? സെറ്റാണോ? റെഡി ആണോ? ഐഡി കിട്ടിയോ? എന്താ നമ്മൾ ചോദിച്ചത്? മോൾ കാണാൻ വേണ്ടി നമ്മൾ പഠിച്ചു. ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്, അല്ലെങ്കിൽ ഗിവൺ വോളിയം ഡിവൈഡ് ബൈ 22.4 ലിറ്റർ. അപ്പോൾ മോൾ കണ്ടാൽ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ മോളിക്യൂൾസിന് എണ്ണം ചോദിച്ചു. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ഗീവ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, തന്മാത്രം എണ്ണം കണ്ടെത്താൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയ മോൾ എത്രയാണോ അതിൻ്റെ കൂടെ അവഗാഡ്രോ നമ്പർ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സെറ്റാണോ? 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 ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കോ, നമ്മളൊരു ക്വസ്റ്റ്യൻ കേട്ടോ. 128 ഗ്രാം SO2. എത്രടാ? 128 ഗ്രാം SO2. ഓക്കെ, എടാ വേണ്ട വെച്ചിട്ട് 128 അല്ല. ഓക്കെ, 128 ഗ്രാം SO2 ആണ്. നോക്കോ എടാ, 128 ഗ്രാം SO2 ശ്രദ്ധിക്കുക, 128 ഗ്രാം SO2 ആദ്യം നമ്മളോട് ചോദിച്ചു മോള് കണ്ടെത്താൻ വേണ്ടി ചോദിച്ചു. റെഡിയാണോ? ബി കോസ്റ്റ് നമ്മളോട് എന്ത് ചോദിച്ചോടാ? മോളിക്യൂൾസ് കണ്ടെത്താൻ വേണ്ടി ചോദിച്ചു. മക്കളെ മോള് കണ്ടെത്താൻ വേണ്ടി ഇക്വേഷൻ എന്താടാ? ഗിവൺ മാസ്, ഇവിടുത്തെ ഗിവൺ മാസ് എത്രടാ? 128 ഡിവൈഡ് ബൈ SO2ൻ്റെ മോളാർ മാസ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? സൾഫറിൻ്റെ മാസ് 32 പ്ലസ് ഓക്സിജൻ്റെ മാസ് എത്ര? 16 × 2 ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 64 കിട്ടും. സോ നമ്മൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. റെഡിയാണോ? സോ നമ്മൾ മോളിക്യൂൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോളിക്യൂൾസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മോളിക്യൂൾസ് എങ്ങനെ കാണാം? മോള്, ഇവിടുത്തെ മോൾ എത്രടാ? 2 ഇൻറ്റു അവഗാഡ്രോ എത്രടാ? 6.022 ഇൻറ്റു 10⁻23. റെഡിയാണോ? റെഡിയാണോ? സെറ്റാണോ? സെറ്റാണോ? ഐഡി കിട്ടിയോ? ഐഡി കിട്ടിയോ? മോളിക്യൂൾസ് കാണാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയ മോൾ എത്രയാണോ അതിൻ്റെ കൂടെ അവഗാഡ്രോ ആയിട്ട് മൾട്ടിപ്ലൈ കൊടുത്താൽ മതി. റെഡിയാണോ? ഇതിന് മൾട്ടിപ്ലൈ ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. റെഡിയാണോടാ? സെറ്റാണോ? സോ നെക്സ്റ്റ് ചോദിക്കും മക്കളെ, ആറ്റംസ് കാണാൻ വേണ്ടി ചോദിക്കും. എന്താടാ? ആറ്റംസ് കാണാൻ വേണ്ടി ചോദിക്കും. എടാ ആറ്റംസ് കാണാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻറ്റു മോൾ ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഇതാണ് മക്കളെ എന്ത് കാണാനുള്ള ട്രിക്കടാ? ആറ്റംസ് കാണാനുള്ള ട്രിക്ക്. ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ, ഒരു എക്സാമ്പിൾ ചോദിക്കോ മക്കളെ. ഒരു എക്സാമ്പിൾ ചോദിക്കോ. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എഴുതിക്കോ. 44 വേണ്ട, 88 ആക്കാം. അപ്പം ഒന്നുകൂടി ഭംഗി ഉണ്ടാവും. 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. എന്നിട്ട് നിങ്ങളോട് എ ക്വസ്റ്റ്യൻ ചോദിച്ചു മക്കളെ മോള് കണ്ടെത്താൻ വേണ്ടി ചോദിച്ചു. എടാ ബി ക്വസ്റ്റ്യൻ നിങ്ങളോട് എന്ത് ചോദിച്ചു മക്കളെ? മോളിക്യൂൾസ് കണ്ടെത്താൻ വേണ്ടി ചോദിച്ചു. സി ക്വസ്റ്റ്യൻ നിങ്ങളോട് എന്ത് ചോദിച്ചോടാ? ആറ്റംസ് കണ്ടെത്താൻ വേണ്ടി ചോദിച്ചു. നമ്മൾ എങ്ങനെ ചെയ്യും? ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, അപ്ലൈ ചെയ്താൽ മതിയില്ലേ? നോക്കിക്കോ, മോള് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗിവൺ മാസ് ഇവിടെ എത്രടാ? 88. യെസ് പവറായി. മോളാർ മാസ് എത്ര? 44. എടാ ജസ്റ്റ് ഡിവൈഡ് നമുക്ക് എത്ര കിട്ടൂടാ? 2 കിട്ടും. സെറ്റല്ലേ? മോള് കണ്ടെത്തി കഴിഞ്ഞു. ഇനി മക്കളെ മോളിക്യൂൾസ് എന്താ? പുഷ്പമായിട്ട് പറയടാ. മോളിക്യൂൾസ് ഈക്വൽ ടു യെസ് സാറ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? മോളിക്യൂൾസ് തന്നെ കണ്ടെത്തുക. മോൾ ഇൻറ്റു അവഗാഡ്രോ. ഇവിടെ മോൾ എത്രടാ? 2 ഇൻറ്റു അവഗാഡ്രോ എത്രടാ? 6.022 ഇൻറ്റു 10⁻23. സെറ്റല്ലടാ? സെറ്റല്ലേ? ഇനി മക്കളെ ആറ്റംസ് നോക്കിക്കോ. എടാ ആറ്റംസ് ഇങ്ങനെ കണ്ടെത്താൻ നോക്കിക്കോട്ടോ മക്കളെ. നമ്പർ ഓഫ് ആറ്റംസ്, അതായത് CO2 മക്കളെ എത്ര ആറ്റങ്ങൾ ഉണ്ടടാ? 1 കാർബണ് പ്ലസ് എത്ര ഓക്സിജൻ ഇടാ? 2 ഓക്സിജൻ. ടോട്ടൽ എത്ര ഉണ്ടടാ? 3 ആറ്റങ്ങളല്ലടാ? 3 ആറ്റങ്ങളല്ലേ? സോ എഴുതിക്കോ 3 ഇൻറ്റു മോൾ എത്രടാ? മോൾ ഇവിടെ എത്ര? 2 ഇൻറ്റു അവഗാഡ്രോ എത്ര? സെറ്റല്ലേ? 6.022 ഇൻറ്റു 10⁻23. സെറ്റാണോടാ? സെറ്റാണോ? എടാ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെടാ 2023 ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മോളിക്യൂൾസ് ആറ്റംസ്. സെറ്റല്ലടാ? സെറ്റ്. റെഡിയാണോടാ? നോക്കി നോക്കിക്കോ. നെക്സ്റ്റ് നമ്മൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യടാ? റിലേറ്റീവ് അറ്റോമിക് മാസ്. മക്കളെ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നമ്മളെ മാർക്കൊക്കെ അമ്മമാർ നമ്മളിങ്ങനെ ജസ്റ്റ് കമ്പയർ ചെയ്യുക. നമ്മളെ മാർക്കും അപ്പുറത്തോൻ്റെ മാർക്കൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മീറ്റിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ മാർക്ക് പോലെ നോക്കുക. ആദ്യം അപ്പുറത്തോൻ്റെ മാർക്ക് നോക്കും അല്ലേ? അലോൻ്റെ പ്രോഗ്രസ് കാർഡ് നോക്കും. സോ ഇങ്ങനെയാണ് നമ്മളെ മാർക്ക് കമ്പയർ ചെയ്യുക അല്ലേ? അതുപോലെ തന്നെ മക്കളെ പണ്ട് കാലത്തടാ ഈ ഒരു ആറ്റോയുടെ മാസ് കമ്പയർ ചെയ്യാൻ വേണ്ടി ഹൈഡ്രജൻ ഗ്യാസ് ഉപയോഗിച്ചത് അല്ലേ? ഇപ്പം നിങ്ങൾ പറയുന്ന കാർബണിൻ്റെ മാസ് 12, ഓക്സിജൻ്റെ മാസ് 10, ഇതൊക്കെ എനിക്ക് കിട്ടാൻ കാരണമുണ്ട്. നമ്മളെ പണ്ട് കാലത്തടാ ഈ ഒരു മാസമൊക്കെ കണ്ടെത്തിയതടാ വേറൊരു ആറ്റത്തിൻ്റെ മാസുമായി കമ്പയർ ചെയ്തിട്ടായിരുന്നു കണ്ടെത്തിയത്. ഓക്കെ അല്ലേ?
അപ്പം ചില സമയത്ത് ഈ ഹൈഡ്രജന് മാസവുമായിട്ട് എത്ര മടങ്ങ് കൂടുതലാണ് ഓന്, അല്ലെങ്കിൽ എത്ര മടങ്ങ് കുറവാണ് ഓന് ഒക്കെ ആയിരുന്നു പണ്ട് കാലത്ത് കണ്ടെത്തിയത്. പിന്നീടടാ ഇവര് ഈ ഒരു മാസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ ചില സമയത്ത് റിയാക്ട് ചെയ്തിട്ട് ഫയർ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആരോ ഒഴിവാക്കിയടാ, ഹൈഡ്രജൻ ഒഴിവാക്കി. പിന്നെ ഒരു ഏതെടുത്തുടാ, കാർബൺ എന്ന് പറഞ്ഞ ചങ്ങാൻ എടുത്തു. ഒരു കാർബണിനെ 12 കഷ്ണങ്ങളാക്കി. എത്ര കഷ്ണങ്ങളടാ? 12 കഷ്ണങ്ങൾ. ഓക്കെ അല്ലേ? ഈ 12 കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ ഒരു കഷ്ണത്തിൻ്റെ മാസ് റെഡിയാണോ? ഈ കാർബൺ 12 മുഴുവൻ കാർബൺ 12ൻ്റെ മാസമായിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. കാർബൺ 12നെ എത്ര കഷ്ണങ്ങളാക്കിയടാ? 12 കഷ്ണങ്ങളാക്കി. അതിൽ ഒരു കഷ്ണം എടുത്തു. അപ്പോൾ അതിന് ഫ്രാക്ഷൻ എത്ര വരിക? മാത്സിൻ്റെ മക്കൾ പറഞ്ഞാൽ ഫ്രാക്ഷൻ എത്ര ആയിരിക്കും? യെസ്, 1/12 അല്ലേ? കാർബൺ 12നെ 12 കഷ്ണങ്ങളാക്കി. ആ 12 കഷ്ണങ്ങൾ ഒരു കഷ്ണം മാസ്. സോ അതാണ് മക്കൾ എന്താടാ അതിൻ്റെ ഫ്രാക്ഷൻ മക്കൾ എന്ത്? 1/12 അല്ലേ? ആ 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം റെഡിയാണോ? ആ കാർബൺ 12നെ 12 കഷ്ണങ്ങളാക്കി. ആ ഒരു കഷ്ണത്തിൻ്റെ മാസ് വെച്ചിട്ടാണ് മക്കളെ ഈ എലമെൻസിൻ്റെ ഒക്കെ മാസ് കണ്ടെത്തിയത്. റെഡിയാണോ? സോ അതാ മക്കളെ 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. സോ ഇത് നമ്മൾ പറയടാ 1 AMU എന്ന് പറയും, അല്ലെങ്കിൽ 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയും. റെഡിയാണോ? അതിൻ്റെ വാല്യൂ ആണ് മക്കളെ. അങ്ങനെ 1/12 കാർബൺ 12 ആറ്റത്തിൻ്റെ മാസ് ഉണ്ടല്ലോടാ. സോ ആ മാസം 1.66 × 10⁻⁻24 -27 ആക്കട്ടോ, -24 കിലോഗ്രാം ആക്കാം. ഓക്കെ, -24 കിലോഗ്രാം. റെഡിയാണോ? 1.66 × 10⁻⁻24 കിലോഗ്രാം. റെഡിയാണോടാ? റെഡിയാണോ? സോ ഇങ്ങനെയാണ് മക്കളെ മാസ് കണ്ടെത്തിയത്. റെഡിയാണോടാ? ഐഡിയ കിട്ടിയോ? സോ ഇങ്ങനെയാണ് മക്കളെ റിലേറ്റീവ് അറ്റോമിക് മാസ് അഥവാ ആപേക്ഷിക അറ്റോമിക് മാസ് എന്ന് പറയും. അതായത് ഒരു കാർബൺ 12നെ 12 കഷ്ണങ്ങളാക്കി. ഒരു കഷ്ണത്തിൻ്റെ മാസ് ആ കഷ്ണത്തിൻ്റെ മാസുമായി കമ്പയർ ചെയ്തിട്ട് മറ്റവന് എത്ര മടങ്ങ് കൂടുതലാണ്, ഈ മാസുമായി മറ്റവന് എത്ര മടങ്ങ് കുറവാണ് എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടോപ്പിക് അഥവാ ലോ ആണ് മക്കളെ ഏതാടാ? റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയും. അവിടെ റെഫറൻസ് ആറ്റമായിട്ട് ഉപയോഗിക്കുന്ന ആരാടാ? കാർബൺ 12നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് കാർബൺ 12 വെച്ചിട്ടാണ് ആ 12 കഷ്ണങ്ങളാക്കി ഒരു കഷ്ണത്തിൻ്റെ മാസ് വെച്ചിട്ടാണ് ബാക്കിയുള്ള ഓരോ എലമെൻറ്റിൻ്റെ മാസ് എന്ത് ചെയ്തത് കണ്ടെത്തിയത്. സോ അതുകൊണ്ടാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. റിലേറ്റീവ് എന്ന് മീൻസ് എന്താണ്? കമ്പയർ ചെയ്യുക. അറ്റോമിക് മാസ് കമ്പയർ ചെയ്യുക, ആറ്റങ്ങളുടെ മാസ് കമ്പയർ ചെയ്യുക. ആരുമായി കമ്പയർ ചെയ്തടാ? ഈ കാർബൺ 12നെ 12 കഷ്ണങ്ങളാക്കി. ആ ഒരു 12 കഷ്ണങ്ങളിലെ ഒരു കഷ്ണത്തിൻ്റെ മാസ് വെച്ചിട്ടാണ് കമ്പയർ ചെയ്തത്. സോ അതിൻ്റെ ഫ്രാക്ഷൻ മക്കളെ 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. സെറ്റാണോ? സെറ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് മക്കളെ നോക്കിക്കോളാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് നെക്സ്റ്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ജസ്റ്റ് നിങ്ങൾ മറന്നാൽ മതി മക്കളെ. ഏതായിരിക്കടാ? PV = nRT. റെഡിയാണോ? PV = എന്താടാ? nRT അല്ലേ? P4 എന്താടാ? പ്രഷർ, V4 എന്താ? വോളിയം, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, R എന്ന് പറഞ്ഞാൽ എന്താടാ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറഞ്ഞാൽ എന്താടാ? ടെമ്പറേച്ചർ. റെഡിയാണോ? സോ നെക്സ്റ്റ് ഒരു കാര്യങ്ങൾ പഠിക്കാൻ മറന്നിട്ടുണ്ടോടാ, ജസ്റ്റ് പറഞ്ഞുതരാം. നോക്കിക്കോ. ഓക്കെ മക്കളെ, നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി വേറെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലടാ. ഗിവൺ വോളിയം ഡിവൈഡ് ബൈ 22.4 ലിറ്റർ. മക്കളെ ഇനിയാണടാ ട്രിക്ക് പറയാൻ വേണ്ടി പോണത് അല്ലേ? ഇനിയാണ് ആ ചാപ്റ്ററിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിവൈഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. സാറേ എങ്ങനെ ഇപ്പോൾ 112 ഡിവൈഡ് ബൈ 22.4 എങ്ങനെ ഡിവൈഡ് ചെയ്യും? ആ പ്രശ്നങ്ങളെ മക്കളെ ഇവിടെ നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിഹരിക്കും. നോക്കിക്കോ മക്കളെ, ഗിവൺ വോളിയം 11.2 ആണെങ്കിൽ, ഗിവൺ വോളിയം എത്രടാ? 11.2 ആണെങ്കിൽ എടാ ഒന്നിന്റെ പകുതി എത്രടാ? അരയല്ലടാ? ഒന്നിന്റെ പകുതി അരയല്ലേ? സോ മക്കളെ നമ്പർ ഓഫ് മോൾസ് അപ്പോൾ എത്രയായിരിക്കും? 0.5. മക്കളെ അങ്ങനെയാണ് മക്കൾ പറയടാ. ഗിവൺ വോളിയം 22.4 ലിറ്റർ ആണെങ്കിൽ മക്കളെ 2ന്റെ പകുതി എത്രടാ? 1. റെഡിയാണോ? എടാ ഗിവൺ വോളിയം 44.8 ആണെങ്കിൽ എടാ ഗിവൺ വോളിയം 44.4ന്റെ പകുതി എത്രടാ? 2. റെഡിയാണോ മക്കളെ? ഗിവൺ വോളിയം 67.2, അതായത് 6ന്റെ പകുതി എത്രടാ? യെസ് 3. റെഡിയാണോ? എടാ ഗിവൺ വോളിയം 89.6 ആണ്. പറയടാ 8ന്റെ പകുതി എത്രടാ? 4. റെഡിയാണോ? എടാ ഗിവൺ വോളിയം 112 ലിറ്റർ ആണെങ്കിൽ അവിടെ മാത്രം മക്കൾ ചെറിയ പ്രശ്നം ഉണ്ടടാ. 112 ആണ് നമ്പർ ഓഫ് മോൾസ് എത്രടാ? 5ഉം 224 ആയിട്ട് മക്കളെ ജസ്റ്റ് നമ്പർ ഓഫ് മോൾസ് എത്രടാ? 10. ഇത് മാത്രം നിങ്ങൾ പഠിച്ചേക്കുക. 112 ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് 5, 224 ആണ് നമ്പർ ഓഫ് മോൾസ് എത്ര? 10. ബാക്കിയൊക്കെ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക? ഐഡിയ വെച്ച് പഠിച്ചാൽ. ഗിവൺ വോളിയം 11.1ന്റെ പകുതി നോക്കിയാൽ മതി അല്ലേ? ഫസ്റ്റ് എലമെന്റ് പകുതി അല്ലേ? 1ന്റെ പകുതി എത്ര? അര മോളായിരിക്കും. 22.2ന്റെ പകുതി എത്ര? 1.
എടാ 44.8 ആണെങ്കിൽ 4ന്റെ പകുതി എത്ര 2. എടാ 67.2 ആണെങ്കിൽ 6ന്റെ പകുതി എത്ര 3. 89.6 ആണെങ്കിൽ 8ന്റെ പകുതി എത്ര 4. ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടടാ, വെറുതെ ഡിവൈഡ് ചെയ്ത് സമയം കളയണ്ട. നമുക്ക് എന്തിട്ടാ ട്രിക്ക് വെക്കുക. ട്രിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഉത്തരം കണ്ടെത്തുക. റെഡിയാണോ? സോ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടാ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ ചെയ്യേണ്ടത്. റെഡിയാണോടാ? വരും സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും കേട്ടോ. അതുവരെ താങ്ക് യു.